സാറിപ്പോൾ കേരളത്തിലെ ഒരുപാട് കോച്ചസിനൊക്കെ വർക്ക്ഷോപ്പ് കൊടുക്കുന്ന അല്ലെങ്കിൽ കോച്ചസിനെ ക്വാളിഫൈഡ് ആയ ആളുകളാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഇൻസ്ട്രക്ടർ കൂടിയാണ്. അപ്പോൾ നിങ്ങളൊരു ഒരു ഒരു പ്ലെയറെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഒരു കുട്ടിയെ ഒരു ടീമിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്? കാരണം നമ്മളെ കുട്ടികളെ നമ്മൾ കൂടുതലായി ചെയ്യുന്നത് ട്രയൽ വീഡിയോസാണ്. അപ്പോൾ ട്രയലിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്ന് കൂടുതൽ ആളുകൾ നമ്മളെ പേജിലേക്ക് കയറാറുണ്ട്. അപ്പോൾ അവർക്ക് ആ കുട്ടികൾക്ക് അറിയാൻ വേണ്ടി ഒരു സെലക്ഷന് പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? കളിക്കാരൻ അയാളുടെ സ്വസിദ്ധമായിട്ടുള്ള കളിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രശ്നം എവിടെയാണ് എങ്കിൽ ഈ കളിക്കാരന് അയാളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള പരിശീലനം കുട്ടിക്കാലം തൊട്ടേ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇയാൾക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ് അയാളുടെ പൊസിഷൻ എന്ന് വരെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഞാൻ മിഡാണ്. അപ്പോൾ ഞാൻ മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൊത്തം മറ്റേ ഫുട്ബോളിൽ മൊത്തം നമ്പർ ഗെയിമായത്. ഈ കളിക്കാരൻ വളരെയധികം അറിഞ്ഞിരിക്കണം. അപ്പോൾ തൻ്റെ പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ 7-11 കളിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ റൈറ്റ് വിങ്ങറും ലെഫ്റ്റ് വിങ്ങറും കളിക്കും, ഞാൻ 2-3 കളിക്കും, റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും കളിക്കും, അല്ലെങ്കിൽ ഞാൻ മറ്റേ 6ഉം 8ഉം 10ഉം അത് ഇങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ കളിക്കാർക്ക് ഈ അയാൾ കളിക്കുന്ന പൊസിഷനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അവനവൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം എന്താണെന്ന് അറിയണം. രണ്ടാമത്തെ ഉത്തരവാദിത്തം എന്താണെന്ന് അറിയണം. ഇതിന് കൂടെ 3, 4, 5 ഒക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതെന്താണ് എന്ന് കളിക്കാരന് അറിയണം. ഇതറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഒരു കോച്ചിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് അറിയാൻ പറ്റുന്നത്.